കോമ്പറ്റേറ്റീവ് കോഡിംഗ് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെയും ഹെൽപ്ഫുൾ ആയിരിക്കണം ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ലീഡ് കോഡ് എന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കോഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈസി ലെവൽ, മീഡിയം ലെവൽ, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലീഡ് കോഡ്. അതിൽ കമ്പനികളിൽ കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഒരു 75 ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റാണ് ബ്ലൈൻഡ് 75 ലിസ്റ്റ്. അതിൽ തന്നെ ഈസി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാലിഡ് അനാഗ്രാം. അറേ ആൻഡ് ഹാഷിംഗ് ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈസി ലെവൽ ക്വസ്റ്റ്യനാണ് വാലിഡ് അനാഗ്രാം. നമ്മൾ പൈത്തൺ വെച്ചാണ് ഇവിടെ സോൾവ് ചെയ്യണേ. അപ്പോൾ അനാഗ്രാം എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ 2 സ്ട്രിങ് അനാഗ്രാം ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രിങ് എസ് ഒരു എക്സാമ്പിളായിട്ട് തന്നേക്കുന്നത് അനാഗ്രാം എന്ന് പറഞ്ഞൊരു വാക്കാണ്. സ്ട്രിങ് ടി ആയിട്ട് അവർ തന്നിരിക്കുന്നത് നഗരം എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഈ 2 സ്ട്രിങ്സും അനാഗ്രാം ആവണമെങ്കിൽ ഇവയുടെ രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കണം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 2 സ്ട്രിങ്സിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് സെയിം ആയിരിക്കണം. 3 രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ഇപ്പോൾ 2 സ്ട്രിങ്സ് അനാഗ്രാം ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ കണ്ടീഷൻ അവയുടെ രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ കൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സും 2 സ്ട്രിങ്ങിലും സെയിം ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ 2 സ്ട്രിങ്സും അനാഗ്രാംസ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കണത് എക്സാമ്പിൾ 1 അല്ല അവർ തന്നേക്കണത് 2 സ്ട്രിങ് എന്ന് പറയുന്നത് അനാഗ്രാം എന്ന് പറയുന്ന വേർഡും നഗരം എന്ന് പറയുന്ന വേർഡാണ്. എക്സാമ്പിൾ 1. എക്സാമ്പിൾ 2 അവർ തന്നേക്കണ വേർഡ് എന്ന് പറയുന്നത് സ്ട്രിങ് എസ് ആയിട്ട് അവർ തന്നേക്കണത് റാറ്റും സ്ട്രിങ് ടി ആയിട്ട് അവർ തന്നേക്കണത് കാറുമാണ്. അപ്പോൾ ഈ 2 എക്സാമ്പിളിലും ഈ 2 സ്ട്രിങ്സും അനാഗ്രാം ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 3 മെത്തേഡിലൂടെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അല്ല, ആദ്യത്തെ മെത്തേഡ് ഹാഷ് മാപ്സ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ മെത്തേഡ് കൗണ്ടേഴ്സ് വെച്ചിട്ടാണ്. മൂന്നാമത്തെ മെത്തേഡ് സോർട്ടഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഹാഷ് മാപ്പ് വെച്ച് ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഹാഷ് മാപ്പ് എന്ന് പറയുന്നത് ഡിക്ഷണറി പോലെ തന്നെ ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം അതിനുവേണ്ടി നമുക്കൊരു ഹാഷ് മാപ്പ് വയ്ക്കാം സ്ട്രിങ് എസിന് വേണ്ടിയിട്ട്. അതുപോലെ സ്ട്രിങ് ടിക്ക് വേണ്ടിയിട്ടും നമുക്കൊരു ഹാഷ് മാപ്പ് വയ്ക്കാം. സ്ട്രിങ് എസ്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കുള്ള വാക്കുകൾ ANGRM ഈ ആൽഫബറ്റ്സ് ആണ് സ്ട്രിങ് എസ്സിലുള്ളത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ANGRM. സ്ട്രിങ് ടിയിൽ നോക്കുമ്പോൾ NAGRM ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് ആണ് സ്ട്രിങ് ടിയിലുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് എഴുതാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞാൽ 2 സ്ട്രിങ്സ് അനാഗ്രാം ആണെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ അവരുടെ രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. സ്ട്രിങ് എസ്സിൽ 1 2 3 4 5 6 7 ലെറ്റേഴ്സാണുള്ളത്. സ്ട്രിങ് ടിയിൽ ഇതുപോലെ തന്നെ 7 ആൽഫബറ്റ്സ് ആണുള്ളത്. അപ്പം രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഇവ സാറ്റിസ്ഫൈ ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ ഓരോ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സ്ട്രിങ് എസ്സിൽ എത്ര ആവശ്യമുണ്ട്? 3 വട്ടമുണ്ട്. എന്നും ജിയും ആറും എമ്മും ഓരോന്നും ഇതാണുള്ളത്. സ്ട്രിങ് ടിയിൽ നോക്കുമ്പോൾ എൻ 1 വട്ടമാണ്, എ 3 വട്ടമാണ്, ജി 6 എം ഓരോ വട്ടമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സ് 2 സ്ട്രിങ്ങിലും സെയിം ആണ്. അതുപോലെ 2 സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം എക്സാമ്പിൾ 1 സ്ട്രിങ് എസ്സും സ്ട്രിങ് ടിയും അനാഗ്രാംസ് ആണ്. പക്ഷേ രണ്ടാമത്തെ എക്സാമ്പിളിൽ നോക്കുമ്പോൾ സ്ട്രിങ് എസ്സിൻ്റെയും ടീൻ്റെയും ലെങ്ത്ത് സെയിം ആണ്, 3 എണ്ണം ഇതാണുള്ളത്. പക്ഷേ സ്ട്രിങ് എസ്സിൽ 6 ഒരെണ്ണം, എ ഒരെണ്ണം, ടി ഒരെണ്ണമാണ് ഉള്ളത്. സ്ട്രിങ് ടി എടുക്കുമ്പോൾ 6 ഒരെണ്ണം, എ ഒരെണ്ണം, പക്ഷേ ടി ഇല്ല, പകരം സി ആണുള്ളത്. ഇവിടെ ആണെങ്കിൽ സി ഇല്ല. അപ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് സെയിം അല്ലാത്തതുകൊണ്ട് എക്സാമ്പിൾ 2 സ്ട്രിങ് എസ്സും ടിയും അനാഗ്രാംസ് അല്ല. അപ്പോൾ ഇത് കോഡിംഗ് വെച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 3 രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹാഷ് മാപ്പ് വീതം, കൗണ്ടർ വീതം, സോർട്ടഡ് മെത്തേഡ്. അപ്പോൾ നമ്മൾ കണ്ടു എക്സാമ്പിൾ 1 2 സ്ട്രിങ് എസ്സും സ്ട്രിങ് ടിയും അനാഗ്രാം ആണ്. എക്സാമ്പിൾ 2 സ്ട്രിങ് എസ്സും സ്ട്രിങ് ടിയും അനാഗ്രാംസ് അല്ല. ഇനി ഇത് പൈത്തൺ കോഡിംഗ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ സൊല്യൂഷൻ 1 ഹാഷ് മാപ്പ് ചെയ്യുമ്പോൾ 2 കണ്ടീഷൻ നമ്മൾ നോക്കാണ്. 2 സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് സെയിം ആണോ എന്ന്, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ 2 സ്ട്രിങ്ങിലെയും ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് സെയിം ആണോ എന്ന്. അപ്പോൾ ആദ്യം തന്നെ 2 സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് സെയിം അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ തന്നെ നമുക്ക് പറയാം അത് 2 അനാഗ്രാംസ് അല്ലാന്ന്. നമുക്ക് എഴുതാം ഇഫ് length of S not equal to length of T. നമുക്ക് പറയാം അത് അനാഗ്രാംസ് ഇല്ല. അപ്പോൾ തന്നെ ലൂപ്പ് എക്സിറ്റ് ചെയ്യും.
ഇനിയിപ്പോൾ ലൂപ്പ് എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം, ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ഹാഷ് മാപ്പ് ബിൽഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഹാഷ് മാപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അതിന് തന്നെ നമുക്ക് 2 വേരിയബിൾസ് ഇനീഷ്യേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഹാഷ് മാപ്സ് കീ വാല്യൂ പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് 2 ഹാഷ് മാപ്സ് ഇനീഷ്യേറ്റ് ചെയ്തു. ഇനി ഇതിലുള്ള 2 സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൗണ്ടുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കിയപ്പോൾ 2ൻ്റെയും ലെങ്ത് സെയിം ആണെങ്കിൽ മാത്രമാണ് അടുത്ത കണ്ടീഷനിലേക്ക് അവർ പോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മതി. കാരണം 2 സ്ട്രിങ്സിൻ്റെയും ലെങ്ത് സെയിം ആയതുകൊണ്ട് ലെങ്ത് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പറയുന്നത് ക്യാരക്ടർ കൗണ്ട് എസ് ഇതിൽ. അപ്പോൾ ഈ വേരിയബിളിൽ സ്ട്രിങ് എസ്സിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൗണ്ടുകളാണ് നമ്മളിവിടെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ട്രിങ് എസ് ഓഫ് ഐ എന്ന് കൊടുക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണത് സ്ട്രിങ് എസ്സിലെ ഓരോ ക്യാരക്ടറിൻ്റെയും കൗണ്ട് എടുക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എഴുതാം 1+. ഇങ്ങനെ. പക്ഷേ പൈത്തണിൽ ഒരു പ്രശ്നമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ആദ്യമായിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിൻ്റെ കൗണ്ട് എടുക്കുമ്പോൾ അത് ഓൾറെഡി ഡിഫൈൻഡ് അല്ലെങ്കിൽ എറർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് കളയാനായിട്ട് നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടും സെയിം തന്നെയാണ് ചെയ്യണത്. ക്യാരക്ടർ കൗണ്ട് എസ് ഡോട്ട് ഗെറ്റ് എസ് ഓഫ് ഐ ഇതും സെയിം ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യണത്. പക്ഷേ ഇതിൽ ഇനിയിപ്പം ആ ith പൊസിഷനിലുള്ള ക്യാരക്ടർ ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അതിൻ്റെ കൗണ്ട് ഒരു 0 ആയിട്ട് എടുക്കും. പിന്നെ ഓരോ പ്രാവശ്യം അത് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ് ടീയിലെയും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് അത് റീപ്ലേസ് ചെയ്താൽ മതി. സ്ട്രിങ് ടീയിലെ ക്യാരക്ടേഴ്സിൻ്റെ ഇത് വെച്ച്. അപ്പോൾ നമ്മളിവിടെ 2ൻ്റെയും കൗണ്ട് എടുത്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യണത് കൗണ്ടുകൾ സെയിം ആണോ എന്നാണ്. ചെക്ക് കൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ സ്ട്രിങ് എസ് ആൻഡ് ടി. ഇവിടെ ഹാഷ് മാപ്പ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ കീ ഉണ്ട്, വാല്യൂ ഉണ്ട്. കീ എന്ന് പറയുന്നത് ക്യാരക്ടറും വാല്യൂ എന്ന് പറയുന്നത് ഓരോ ക്യാരക്ടറിൻ്റെ കൗണ്ടുകൾ, ടോട്ടൽ കൗണ്ടാണ്. ഇവിടുത്തെ കീ വാല്യൂ പേഴ്സായിട്ട് ഓരോ ഹാഷ് മാപ്പിലുള്ള. അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൗണ്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഫോർ സി ഇൻ ഈ വേരിയബിളിലുള്ള, അപ്പോൾ നമ്മുടെ എസിൻ്റെ ഹാഷ് മാപ്പിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ടും ടീൻ്റെ ഹാഷ് മാപ്പിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് സെയിം ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫോർ സി ഇൻ ക്യാരക്ടർ കൗണ്ട് എസ് ഇഫ് ക്യാരക്ടർ കൗണ്ട് എസ് ഓഫ് സി ഇത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ അത് അനഗ്രാം അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലൂപ്പ് എക്സിറ്റ് ആയിക്കോളും. നമ്മൾ ടീൻ്റെ ക്യാരക്ടറായിട്ട് കൗണ്ട്. നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രിങ് എസ്സിലെ വേണ്ടി ഉണ്ടാക്കിയ ഹാഷ് മാപ്പിലെ അതിലെ ഓരോ ക്യാരക്ടറിൻ്റെ കൗണ്ടും സ്ട്രിങ് ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹാഷ് മാപ്പിലെ ഓരോ ക്യാരക്ടറിൻ്റെ കൗണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെയും പൈത്തണിൽ ഇൻ കേസ് ടീയിൽ സ്ട്രിങ് എസ്സിലുള്ള ക്യാരക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ എറർ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. എന്നിട്ട് ബൈ ഡിഫോൾട്ട് അതില്ലെങ്കിൽ 0 വാല്യൂ എടുക്കാൻ ആയിട്ടാണ് നമ്മൾ 0 ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് 2 ഈക്വൽ അല്ലെങ്കിൽ അത് അനഗ്രാം അല്ല. അപ്പോൾ റിട്ടേൺ ഫോൾസ്. ഇപ്പോൾ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ലെങ്ത്തും സെയിം ആണ്, ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇത് 2 അനഗ്രാം ആണ്. അപ്പോൾ റിട്ടേൺ ട്രൂ. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ അവർ നോക്കി സ്ട്രിങ് എസും സ്ട്രിങ് ടിയും ഔട്ട്പുട്ട് ട്രൂ ആണ്. രണ്ടാമത്തെ കേസിൽ സ്ട്രിങ് എസ് റാറ്റും സ്ട്രിങ് ടി കാറുമാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഔട്ട്പുട്ട് ഫോൾസ് ആണ്. കാരണം ലെങ്ത് ഓഫ് സ്ട്രിങ്സ് സെയിം ആണ്, പക്ഷേ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് സെയിം അല്ല. അപ്പോൾ ഇതാണ് ഹാഷ് മാപ്പ് വെച്ച് സോൾവ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ കൗണ്ടർ വെച്ചിട്ടാണ്. കൗണ്ടർ എന്ന് പറയുന്നത് പൈത്തണിലുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതൊരു ഹാഷ് മാപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി കൗണ്ട് ചെയ്ത് തന്നോളും. നമ്മളിവിടെ ഫസ്റ്റ് മെത്തേഡ് ഹാഷ് മാപ്പിൽ ചെയ്ത പോലെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സ്റ്റെപ്സ് ചെയ്തണ്ട. നമുക്ക് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്യാം. റിട്ടേൺ കൗണ്ടർ സ്ട്രിങ് എസ്സിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൗണ്ട് എടുക്കലാണ് കൗണ്ടർ എസ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ചെയ്യണേ. കൗണ്ടർ ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ടിയിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൗണ്ട് എടുക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ ട്രൂ ആയിരിക്കും. രണ്ടാമത്തെ സൊല്യൂഷൻ കൗണ്ടർ വെച്ചിട്ടാണ്. കൗണ്ടർ എന്ന് പറയുന്നത് പൈത്തണിലുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്, ഒരു ഹാഷ് മാപ്പ് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ സൊല്യൂഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയ സ്റ്റെപ്സ് ഒറ്റ സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൗണ്ടർ ഉപയോഗിക്കണം. ഇൻ്റർവ്യൂസിൽ ഇത് സക്സസ് ആവുമെന്ന് ഉറപ്പില്ല. അത് ഇൻ്റർവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൗണ്ടറിൻ്റെ അകത്ത് നടക്കുന്ന ബേസിക് സ്റ്റെപ്സ് അറിയണമെങ്കിൽ ഫസ്റ്റ് സൊല്യൂഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോ സ്ട്രിങ്ങിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് എടുത്തു തരും.
അതാണ് കൗണ്ടർ ഡാറ്റ സ്ട്രക്ചർ ചെയ്യുന്ന ബേസിക് ഫങ്ഷനാലിറ്റി. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൗണ്ടർ ഓഫ് സ്ട്രിങ് എസ്സിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കൗണ്ട് എടുക്കണമെന്നാണ് കൗണ്ടർ എസ് ചെയ്യണം. അതുപോലെ കൗണ്ടർ ടി എന്ന് പറയുന്നത് സ്ട്രിങ് ടിയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് എടുക്കണം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൗണ്ട് സെയിം ആണെങ്കിൽ റിട്ടേൺ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സൊല്യൂഷൻ 2 സക്സസ് ആണ്. സൊല്യൂഷൻ 1ൻ്റെയും സൊല്യൂഷൻ 2 ബേസിക്കലി ഹാഷ് മാപ്സ് വെച്ചിട്ടായതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്പേസ് ആൻഡ് ടൈം കോംപ്ലക്സിറ്റി സെയിം ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഇവിടെ വരുന്നത് ബിഗ് O ഓഫ് n ആണ്, അല്ലെങ്കിൽ മാക്സിമം കേസിൽ ബിഗ് O ഓഫ് s പ്ലസ് ടി. ടൈം കോംപ്ലക്സിറ്റിയും ബിഗ് O ഓഫ് s പ്ലസ് ടി ആണ്. ഇനി ഇൻ്റർവ്യൂവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1 ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സോർട്ടഡ് മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ആ കേസിൽ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് n പകരം നമുക്ക് ഓഫ് 1 ആക്കി ഒപ്റ്റിമൈസ്ഡ് വേയിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോർട്ടിംഗ് അൽഗോരിതം ബേസിസിലിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി സോർട്ടഡിൽ ഓഫ് 1 ആക്കി മാറ്റാം. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം കോംപ്ലക്സിറ്റി ചിലപ്പോൾ ഓഫ് n² ആവാം, അല്ലെങ്കിൽ ഓഫ് n log n ആയിരിക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന സോർട്ടിംഗ് അൽഗോരിതം അനുസരിച്ചിരിക്കും. ബബിൾ സോർട്ടൊക്കെ ആണെങ്കിൽ ഓഫ് n² ആണ് ടൈം കോംപ്ലക്സിറ്റി വരും. സൊല്യൂഷൻ 3 സോർട്ടഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കണേക്കാളും ഭയങ്കര ഈസി ആൻഡ് ഡയറക്റ്റ് ആണ്. പക്ഷേ സോർട്ടിംഗ് അൽഗോരിതം ബേസിസിലിരിക്കും അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ സോർട്ടഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സ്ട്രിങ് എസ്സിനെ നമ്മൾ അതിന് തന്നെ സോർട്ട് ചെയ്യും ആൽഫബറ്റിക്കലി. എന്നിട്ട് നമ്മൾ സ്ട്രിങ് ടീനെയും സോർട്ട് ചെയ്യും ആൽഫബറ്റിക്കലി. എന്നിട്ട് അത് രണ്ടും ആ രണ്ട് സ്ട്രിങ്സ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് സോർട്ടിംഗ് അൽഗോരിതം ചെയ്യണം. അപ്പോൾ ഇവിടെ ബേസിക്കലി നടക്കുന്നത് സോർട്ട് ചെയ്തേക്കുന്ന രണ്ട് സ്ട്രിങ്സുകളും ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും അനാഗ്രാംസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ റിട്ടേൺ ട്രൂ ആയിരിക്കും. സോർട്ടിങ്ങിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രിങ് എസ്സിൽ ആൽഫബറ്റിക്കലി സോർട്ടായി മാറും. ഇപ്പോൾ ഇങ്ങനെ AAAGMNR ഇങ്ങനെ സോർട്ടായി മാറും. അതുപോലെ സ്ട്രിങ് ടിയും ആൽഫബറ്റിക്കലി തന്നെ സോർട്ട് ആവും. എന്നിട്ട് നമ്മൾ രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇതാണ് സോർട്ടിങ്ങിൽ ചെയ്യുന്നത്. ഇതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൊല്യൂഷൻ 1 ആണ്, ഹാഷ് മാപ്പ് വെച്ചിട്ട്. അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് കൗണ്ടിങ് നടക്കണമെന്നൊക്കെ നമുക്ക് സൊല്യൂഷൻ 1 വെച്ചിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വാലിഡ് അനാഗ്രാം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കണം ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ സൊല്യൂഷൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ ലീഡ് കോഡിൽ ഈ ക്വസ്റ്റ്യനിലേക്കുള്ള ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.